ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതിന് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചവർക്ക് ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഒട്ടും കട്ടില്ലാത്തതിന് നമുക്കിത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്തെടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കണം. നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ആയി കിട്ടാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഗോതമ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവുണ്ടല്ലോ അതന്നെ ഇതിലോട്ട് മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആട്ടപ്പൊടി അതുകൊണ്ട് തന്നെ കുറഞ്ഞ നനവ് മതിയാവും കേട്ടോ. അപ്പോൾ ചെറിയൊരു നനവിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കി എടുക്കില്ലേ, അത്ര എളുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് പത്തിരിപ്പലക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി വിതറി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പരത്തുന്ന അത്ര വലുപ്പത്തിലൊന്നും വേണ്ട കേട്ടോ. പത്തിരിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. കുറച്ച് കട്ടിയിലാട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കാനായിട്ടത് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് വെച്ചെടുക്കാം. എന്നിട്ട് ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കാം. ഇനി തുറന്നു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്നുകൂടി മൂടി വെച്ചതിന് ശേഷം തുറന്നതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊള്ളിച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കാം. 2 ഭാഗത്തും ഇതേപോലെ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും മാറ്റാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.